ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഞങ്ങളുണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ എംപിമാർ, UDF എംപിമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കൊണ്ട് കൊടുത്തു. പിന്നെ കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ ഇറക്കട്ടെ. അവര് കണക്ക് കൊടുത്തിട്ടും കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാത്ത കേസുകൾ. ഇവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്താലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നത്. അത് കൊടുത്തിട്ടും കേന്ദ്രം പണം തരാത്ത കേസ് ഏതൊക്കെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും, ഞങ്ങളുടെ എംപിമാർ നിൽക്കും. അതൊന്നുമില്ല, അവ്യക്തതയാണ്. തൃശ്ശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ? കരുവന്നൂർ ബാങ്കിലെ ED അന്വേഷിക്കുന്നു, മാസപ്പടി ED അന്വേഷിക്കുന്നു. അവസാനം അവിടെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽമെന്റ് ആവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് BJP-യും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവുമെന്ന് വല്ല വിഡ്ഢികൾ മാത്രമേ പറയുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്, കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ. അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള, അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് BJP ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന. ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം എന്താ? CPM-ന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത, കൂടുതൽ സീറ്റ് മേടിക്കണം, കോൺഗ്രസിനെ തോൽപ്പിച്ച്. BJP-യുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. ഇത് രണ്ടും തമ്മിലാണ് കൂടി യോജിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ, മാസപ്പടി, ഇതൊക്കെ സെറ്റിൽമെന്റാണ്. SNC ലാവലിൽ പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ കേസിൽ പ്രതിയാകാതെ സംരക്ഷിച്ചു കൊടുത്തു. അവര് തമ്മിൽ ധാരണയാണ്. ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല. പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും.